കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തന്നെ പ്രഭാതത്തിലെ അങ്ങയുടെ കൈകളിലെ ഏൽപ്പിക്കുന്ന ഈശോയെ, തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ, അമ്മേ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട്, ദീർഘനിശ്വാസത്തിൽ ഉറങ്ങാൻ പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട്. അവരെല്ലാം ഇന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ തിരുസേനയെ കൊണ്ടുവരികയാണമേ. അവരെല്ലാം ആശീർവദിക്കണം. അവരെന്തിനെ ഓർത്താണ് വേദനിക്കുന്നത്, ആരെ ഓർത്താണ് വേദനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത്, അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം. ഇന്ന് ഭാര്യ മരിച്ച 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ 2 കുഞ്ഞുങ്ങളും അപ്പനും മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുപോലെ തന്നെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മകൻ മരിച്ചു പോയവരുണ്ട്. അവനെ ഓർത്തുള്ള വേദനകൾ മാതാപിതാക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി നടക്കുന്നവരുണ്ട്. കർത്താവേ, പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്, നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്, കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും. ഇനി എന്ത് ചെയ്യും ദൈവമേ, നാട്ടിൽ നിൽക്കാനും പാടില്ല, പോകാൻ പറ്റണമില്ല. വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. ആ വാഗ്ദാനത്തിൻ്റെ വാതിലാണ് കർത്താവേ നീ. എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതിൽ, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. നീ യേശുക്രിസ്തുവിനെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിൽ, അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന കർത്താവ്.